നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ ബഹു കി വിധ എന്ന ഗാന്ധിയുടെ കുറച്ച് ഭാഗം നമ്മൾ എടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പ്രമോദും അദ്ദേഹത്തിൻ്റെ സഹോദരി കമലയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടേക്ക് രാജേശ്വരി, ജീവൻലാലിൻ്റെ ഭാര്യ, അതായത് കമലയുടെ അമ്മായിയമ്മ പ്രവേശിക്കുന്നതാണ്. നല്ല വെളുത്ത ശരീരമുള്ളൊരു സ്ത്രീ, വെളുത്ത സാരിയും ബ്ലൗസും അണിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ പ്രമോദും കമലയും സംസാരിക്കുന്നിടത്തേക്ക് വരുന്നു. അപ്പോൾ രാജേശ്വരിയെ കണ്ട് രണ്ടുപേരും ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നു. അപ്പോൾ രാജേശ്വരി ദൂസരെ കൗച്ച് പർ ബൈഠത്തി ഹുയി. പ്രമോദും കമലയും ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു ഇരിപ്പിടത്തിൽ പോയിട്ടിരിക്കുന്നു. പറയുന്നു, ബൈഠേ രഹോ തും ലോഗ്, ക്യാ ബാത്തേ ഹോ രഹി ദി ബായി ബഹൻ മേ. എന്താ നിങ്ങൾ ബായി ബഹൻ, ആങ്ങളെയും പെങ്ങളും കൂടി എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്ന് രാജേശ്വരി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ പ്രമോദ്, ഐസേ ഹി കുശൽ ക്ഷേം പൂച്ച് രഹാഥ. ഞങ്ങൾ കുശൽ ക്ഷേമ, പരസ്പരം വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പൂച്ച് രഹാഥ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാജേശ്വരി സമച്ച് ഗയി, എനിക്ക് മനസ്സിലായി. അപ്പനി ജിദ് കെ ആകെ തോവേ കിസി കി സുൻതേ ഹി നഹി എന്ന് പറയുക. അപ്പനി ജിദ് കെ ആകെ വേ കിസി കി സുൻതേ ഹി നഹി. തൻ്റെ പിടിവാശിക്ക് മുമ്പിൽ അദ്ദേഹം, അതായത് ഭർത്താവിനെ കുറിച്ച് പറയുക, തൻ്റെ പിടിവാശിക്ക് മുമ്പിൽ അദ്ദേഹം മറ്റാര് പറയുന്നതും ഒന്നും കേൾക്കാറില്ല. വിദ കെ ലിയെ ജബ് തുമ്ഹാരി ചിട്ടി ആയി ഥി തബി മേം സമച്ച് സംചാക്കർ ദഖ് ഗയി ഥി. വിദ കെ ലിയെ, അതായത് മരുമകളെ, അതായത് കമലയെ ഇവിടെ നിന്ന് വിരുന്ന് കൊണ്ടുപോകാനായിട്ട് അറിയിപ്പ് നിൻ്റെ കത്ത് കിട്ടിയ അന്ന് മുതൽ മേ സംചാക്കർ ദഖ് ഗയി. ഞാൻ അദ്ദേഹത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ധക് ഗൈ, ക്ഷീണിച്ചു പോയിരിക്കുന്നു. പക്ഷെ എന്ത് പറഞ്ഞിട്ട് എന്താ, അദ്ദേഹം ഒന്നും എടുക്കുന്നില്ല, കൂട്ടാക്കുന്നില്ല. ക്യാ കഹാ ഉൻഹോനെ തുംസെ. അല്ല അതിരിക്കട്ടെ, അദ്ദേഹം നിന്നോടിപ്പോൾ എന്താ പറഞ്ഞത്? പ്രമോദ് ഫിർ മൗൻ രഹത്താ ഹെ. അപ്പോൾ പ്രമോദ് മറുപടി പറയാതെ നിശബ്ദനായിട്ട് നിൽക്കുന്നു. അപ്പോൾ രാജേശ്വരി, മുജസെ ശർമ്മ കൈസി, എന്തിനാ എൻ്റെ അടുത്ത് പറയാൻ ഇങ്ങനെ മടിക്കുന്നത്? മേരെ ലിയെ ജൈസ രമേശ് ഹേ വൈസേ ഹി തും. മേരെ ലിയെ ജൈസ രമേശ്, എൻ്റെ മകൻ രമേശ് എങ്ങനെയാണോ, എനിക്കെങ്ങനെയാണോ, വൈസേ ഹി തും, അതേപോലെയാണ് നീയും. അതായത് എൻ്റെ മകനെ പോലെ തന്നെയാണ് നീയും. അപ്പോൾ എൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ മടിക്കണ്ട. ബോലോ കിത്തന രുപയ ചഹത്തെ ഹേ വേ. ചോദിക്കണം, പറയൂ, കിത്തന രൂപയ ചഹത്തെ ഹെ, എത്ര രൂപയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്? അപ്പോൾ പ്രമോദ് ഘബരാകർ, ആ ചോദ്യം കേട്ടപ്പോൾ, രാജേശ്വരിയുടെ ചോദ്യം കേട്ടപ്പോൾ ആകെ പരിഭ്രമിച്ചുകൊണ്ട്, ജേ രൂപയ്ക്ക് തോ കോയി ബാത്ത് നഹി ഹുയി. അങ്ങനെയൊന്നും കാശിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് പ്രമോദ് ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ രാജേശ്വരി, മാം സെ ഝൂട്ട് ബോൽത്തെ ഹോ. അമ്മയുടെ അടുത്ത് കള്ളം പറയുന്നോ? ബോലോ ബേഠ കിത്തന രൂപയാ ലേക്കർ വേ വിദാ കർണേ കോ തയ്യാർ ഹേ. ചോദിക്കുകയാണ്, കിത്തന രൂപയാ ലേക്കർ, എത്ര പണം തന്നാലാണ് സഹോദരിയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ അദ്ദേഹം സമ്മതിക്കുക? പറയൂ, എൻ്റെ അടുത്ത് മറച്ചു വയ്ക്കാതെ പറയൂ എന്ന് രാജേശ്വരി ആവശ്യപ്പെട്ടു. അപ്പോൾ പ്രമോദ് പറയുന്നു, വളരെ ധീമേ സ്വരമേ, വളരെ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു, 5,000, 5,000 രൂപ. രാജേശ്വരി, ബസ്, ഇത്രയുള്ളോ? മേം ദേത്തി ഹും തുമേ രുപയെ. അത്രയുള്ളൂ, മേം ദേത്തി ഹും തുമേ രുപയെ, ഞാൻ തരൂ നിനക്ക് ആ പണം. ഉൻകെ മുഹ് പർ മാർ കർ കഹനാക്കി യഹ്ലോ കാഗസ് കെ രംഗ് ബിരംഗെ ടുക്കടെ. എന്നിട്ട് എന്താ പറയണത്? ഞാൻ തരും നിനക്ക് കാശ്. ആ പണം ഉൻകെ മുഹ് പർ മാർക്കർ, അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഇടുന്ന പോലെ ഇട്ടിട്ട് പറഞ്ഞോളാം, യഹ് ലോ കാഗസ് കെ രംഗ് ബിരംഗെ ടുക്കടെ. ഇതാ ഈ പല വർണ്ണങ്ങളിലുള്ള കടലാസ് കഷ്ണങ്ങൾ, ഇതെല്ലാം നിങ്ങൾ എടുക്കുക. ജിനെ തും ആദ്മി സേ ബി ജ്യാദ പ്യാർ കർത്തേ ഹോ. അതായത് മനുഷ്യരെക്കാൾ കൂടുതൽ പ്യാർ കർത്തേ ഹോ, നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഈ കടലാസ് തുണ്ടുകളെയല്ലേ, എടുത്തോ എന്ന് പറഞ്ഞിട്ട് ആ പണം അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന പോലെ വലിച്ചെറിയണം
എന്ന് രാജേശ്വരി തന്നെ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ടതും പറഞ്ഞുകൊണ്ട് ഉഠ്കർ ദ്വാർ കി ഓർ ഭടത്തി ഹെ, ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് പോകാൻ വാതിലിൻ്റെ അടുത്തേക്ക് നടക്കുന്നു. അപ്പോൾ പ്രമോദ് ടഹരിയെ മാംജി മുझे रुपये नहीं चाहिए. അപ്പോൾ എന്താ പ്രമോദ് പറയുന്നത്? അയ്യോ അമ്മേ നിൽക്കൂ, മുझे रुपये नहीं चाहिए, എനിക്ക് പണമൊന്നും വേണ്ട. मैं विदा कराने ही जा रहा हूँ, ഞാനിപ്പോൾ പോവാൻ തുടങ്ങുകയാണ്. അഭി ഇസി ക്ഷൺ, ഇപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് സഹോദരി ഒന്ന് കാണാമല്ലോ എന്നാണ് വിചാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നു. അപ്പോൾ രാജേശ്വരി തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ വരുന്നു. യഹ് ക്യാ കഹ് രഹേ ഹോ ബേട്ടാ, മേരെ രഹത്തെ വിദാ ന ഹോ യഹ് കഭി നഹി ഹോ സക്ത. എന്താ ഈ പറയുന്നത് മകനെ? മേം മാം ഹോ, ഞാനും ഒരമ്മയാണ്. മാം കെ ദിൽ കോ സമജ്തി ഹോ, ഒരമ്മയുടെ മനസ്സ് മോൻ മനസ്സിലാക്കണം. ജിസ് തരഹ് ഉതാവലി ഹോക്കർ മേ ഗൗരി കി രാഹ് ദേഖ് രഹി ഹോ. ഇനി എൻ്റെ മകൾ ഗൗരി വരുന്നത് നോക്കി ഞാൻ രാഹ് ദേഖ് രഹി ഹോ, വഴി നോക്കിയിരിക്കുക, അവളുടെ വരവ് നോക്കി ഞാൻ വഴിയിലേക്ക് കണ്ണു നട്ട് ഇരിക്കുകയാണ്. വളരെ എന്താ പറയുക, പ്രതീക്ഷയോടുകൂടി എപ്പോൾ വരുമെന്ന് നോക്കിയിരിക്കുകയാണ്. ഉസി തരഹ്, അതുപോലെ തുമ്ഹാരി മാം ഭി കമല കി രാഹ് ദേഖ് രഹി ഹോഗി, നിൻ്റെ സഹോദരി കമല വരുന്നതും പ്രതീക്ഷിച്ച് നിൻ്റെ അമ്മയും അവിടെ ഇരിപ്പുണ്ടാവില്ലേ? നഹീം വിദാ സരൂർ ഹോഗി, പക്ഷേ ഇവിടുന്ന് അവളെ കൊണ്ടുപോകാനും സാധിക്കുന്നില്ല. അപ്പോൾ തും അക്കേലേ നഹീം ജാവോങ്കി, നീ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോവില്ല. അപ്പോൾ നിൻ്റെ സഹോദരിയെയും കൊണ്ട് നീ ഇവിടുന്ന് ഒറ്റയ്ക്ക് പോവില്ല എന്നും പറഞ്ഞുകൊണ്ട് कमरे में कुंचियों का गुच्छा निकाल कर कमला की और भटाती हुई. ആ മുറിയിൽ നിന്ന് കുഞ്ചിയോം കാ ഗുച്ഛ, കുഞ്ചി എന്ന് പറഞ്ഞാൽ ചാവി, അപ്പോൾ ചാവി അലമാരകളുടെയൊക്കെ ചാവിക്കൂട്ടം എടുത്തിട്ട് കമലയുടെ നേർക്ക് വരുന്നു. എന്നിട്ട് പറഞ്ഞു ജാ ബേഠി തിജോരി മേ 5,000 രൂപയെ നിക്കാല. എന്നിട്ട് ആ ചാവി കമലയുടെ നേർക്ക് നീട്ടിയിട്ട് പറയുകയാണ്, മോളെ എന്നാ പോയി തിജോരി അലമാരയിൽ നിന്ന് 5,000 രൂപയെ, 5,000 രൂപ നിക്കാൽ എടുത്തുകൊണ്ടുവാ എന്ന് പറഞ്ഞു. അപ്പോൾ കമല അവിടെ നിന്ന് എഴുന്നേറ്റ് മാം എന്ന് വിളിച്ചുകൊണ്ട് സിസക്കിനയിലെടുത്ത് ഇങ്ങനെ ഏങ്ങി കരയാൻ തുടങ്ങി. രാജേശ്വരി ഉസെ മേരി ബേഠി കഹ്കർ ഹൃദയ സെ ലഗാ ലേത്തി. അപ്പോൾ അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ രാജേശ്വരി അവളെ എൻ്റെ മോളല്ലേ കരയണ്ട എന്നുള്ള രൂപത്തിൽ പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ പ്രമോദ് ഖിടക്കി കെ പാസ് ജാക്കർ ഖടാ ഹോ ജാത്താ ഹൈ. ഇതെല്ലാം കണ്ട് പ്രമോദ് ഒരല്പം മാറി റൂമിൻ്റെ ഖിടക്കി ജനാലയ്ക്കരികിൽ പോയി നിൽക്കുന്നു. ആ സമയത്ത് ജീവൻലാൽ അദ്ദേഹം മുറ്റത്ത് പോയിരിക്കുകയാണല്ലോ, മുറ്റത്തേക്ക് ഇറങ്ങി പോയിരിക്കുകയാണ്. എന്തിനാ മകൾ വരുമ്പോഴേക്കും ഊഞ്ഞാൽ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് മുറ്റത്ത് നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയാണ്, അരേ സുൻതി ഹോ, അതെ കേൾക്കുന്നുണ്ടോ? ഗൗരിക്ക് ആനേക്ക വക്ത് ഹോ ഗയ, നമ്മുടെ ഗൗരി വരാനുള്ള സമയമായിട്ടുണ്ട്. തുമ്നെ അഭി തക് സ്വാഗത് കി തയ്യാരി ഹി നഹി കി, നീ അവളെ സ്വാഗതം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളൊന്നും ഇതുവരെ നടത്തിയില്ലേ എന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാജേശ്വരി ജാ ബേഠി തു അന്തർ ജാ. അപ്പോൾ എന്താ രാജേശ്വരി അതിന് മറുപടി പറയാതെ കമലയോട് പറയുക, ജാ ബേഠി, പോ മോളെ, തു അന്തർ ജാ, അകത്തേക്ക് പോ എന്ന് പറഞ്ഞു ജീവൻലാൽ. അപ്പോൾ ജീവൻലാൽ അരേ തും യഹാ ഖടി ഹോ, അല്ല നീ അവിടെ തന്നെ നിൽക്കണോ? ജാക്കർ തയ്യാരി കരോ സ്വാഗതം, പോയി മകൾ വരുമ്പോഴത്തേക്കും ഗൗരി വരുമ്പോഴത്തേക്കും അവളെ സ്വാഗതം ചെയ്യാനായി വേഗം തയ്യാറാവ്. എന്താ അങ്ങനെ നോക്കി നിൽക്കുന്നത്, വേഗം പോയിട്ട് ഒക്കെ റെഡിയാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ രാജേശ്വരി गालियों के अलावा कभी सीधी तरह बोलना भी आता है तुम्हें. അപ്പോൾ എന്താ രാജേശ്വരി പറയുന്നത്, നിങ്ങൾക്കിങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കാനല്ലാതെ എന്താ പറയുക, സീധി തരഹ്, നല്ല രൂപത്തിലൊന്നും ബോൽന ഭി നഹി ആത്ത, സംസാരിക്കാനാവില്ലേ. ജബ് ദേഖോ ബേഢങ്കി ബാത്, എപ്പോൾ നോക്കിയാലും ഈ ചീത്ത, അതായത് ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള സംസാരം, നിങ്ങൾക്ക് നേരെ ചൊവ്വെ സംസാരിക്കാൻ അറിയില്ലേ എന്ന് രാജേശ്വരി ചോദിക്കുന്നു. അപ്പോൾ ജീവൻലാൽ ഇസ്മേ കോൻസി ഗാലി ദേ ദീ മേനെ, ഞാനിപ്പോൾ അതിന് എന്താണ് ഇപ്പം നിന്നെ ചീത്ത പറഞ്ഞത്, ഞാൻ അത്ര ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ, ദേഷ്യപ്പെട്ടിടത്തൊന്നുമില്ലല്ലോ എന്ന് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ രാജേശ്വരി തും സമജ്തേ ഹേ കി ദുനിയാമേ ഏക് തുമീം നാക്കുവാലേ ഹോ. എന്താ രാജേശ്വരി ഭർത്താവിനോട് പറയുന്നത്, തും സമജ്തേ ഹോ, നിങ്ങൾ കരുതിയിരിക്കുന്നത് ദുനിയാമേ, ഈ ലോകത്ത്
തും നിങ്ങൾ മാത്രമാണ് നാഖ്വാല അന്തസ്സുള്ളവൻ, നിങ്ങൾ മാത്രമാണ് അന്തസ്സുള്ളവൻ എന്നാണോ? ബാക്കിയുള്ളവരൊക്കെ നക്കട്ടെ, നക്കട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന അല്ലെങ്കിൽ മര്യാദയില്ലാത്തവർ അല്ലെങ്കിൽ മോശക്കാർ. അപ്പോൾ നിങ്ങൾക്കൊരു ധാരണയുണ്ട്, ഈ ലോകത്ത് നിങ്ങൾ മാത്രമാണ് എല്ലാം തികഞ്ഞ അന്തസ്സോടു കൂടിയിരിക്കുന്നവർ, ബാക്കിയൊക്കെ നക്കട്ടെ, ബാക്കിയൊക്കെ മര്യാദയില്ലാത്തവർ അല്ലെങ്കിൽ മോശക്കാരാണെന്ന് ഒരു ധാരണ നിങ്ങൾക്കുണ്ട്. അപ്പോൾ ജീവൻലാൽ തുമേ തോ മേരി ഹർ ബാത്ത് മേ ബുരായി ഹി ദിഖായി ദേത്തി ഹെ. എന്താ ജീവൻലാൽ പറയുന്നത്? നീ എപ്പോഴും മേരി ഹർ ബാത്ത് മേ, എൻ്റെ ഓരോ കാര്യത്തിലും ബുരായി ദിഖായി ദേത്തി ഹെ, എപ്പോഴും നീ എൻ്റെ ഓരോ കാര്യങ്ങളിലും നീ എപ്പോഴും ബുരായി, ചീത്ത അല്ലെങ്കിൽ തിന്മ മാത്രമേ നീ കാണുന്നുള്ളൂ. ചോദിക്കുകയാണ് പ്രമോദ്, അച്ഛാ തുമീ ബതാവോ. പ്രമോദിൻ്റെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ചോദിക്കുക, പ്രമോദ് തുമീ ബതാവോ, നീ പറ, മേനെ കോയി ബുരി ബാത്ത് കഹി ഹെ, ഞാനിപ്പോൾ എന്തെങ്കിലും മോശപ്പെട്ട കാര്യം സംസാരിച്ചോ? അപ്പോൾ പ്രമോദ്, ഠീക്ക് ഹി കഹ ആപ്നെ, താങ്കൾ പറഞ്ഞ ഒന്നും മോശമായിട്ട് സംസാരിച്ചു, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. ആജ് കെ യുഗമേ പൈസാ ഹി നാക്ക് ഹെ. എന്നിട്ട് പ്രമോദ് പറയുകയാണ്, ആജ് കെ യുഗമേ, ഇന്നത്തെ ഈ പുതിയ യുഗത്തിൽ പൈസാ ഹി നാക്ക് ഹെ, പണം തന്നെയാണ് നാക്ക്, എന്ത്, അന്തസ്സ്. അപ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പണം തന്നെയാണ് അന്തസ്സ്. വഹി മൂഞ്ച് ഹെ, അവിടെ എല്ലാവർക്കും തല ഉയർത്തി നിൽക്കാം. ജിസ്കെ പാസ് പൈസാ നഹി, ആരുടെ പക്കലാണോ പൈസാ നഹി, കാശ് അല്ലെങ്കിൽ പണം ഇല്ലാത്തത്. വഹ് നാക്ക് മൂഞ്ച് വാല ഹോത്തെ ഹുവേ ഭി നക്കിട്ട, അയാൾ ഈ സമൂഹത്തിൽ നക്കിട്ട, ഒട്ടും മര്യാദ അല്ലെങ്കിൽ ഒട്ടും വലിയവനായിട്ട് ആരും പരിഗണിക്കില്ല. അപ്പോൾ പണമുള്ളവർ എന്നും സമൂഹത്തിൽ അന്തസ്സും അഭിമാനവും ഒക്കെ ആയിട്ടുള്ളവരും, പണമില്ലാത്തവൻ എന്നും ഏറ്റവും താഴ്ന്ന അല്ലെങ്കിൽ ഏറ്റവും താഴേക്കടിയിൽ ആരും ബഹുമാനിക്കാത്തവനുമായിട്ട് കഴിയുന്നു എന്ന് പ്രമോദ് പറയുക. അപ്പോഴേക്കും അങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് നേപഥ്യസെ കാർ ആക്കർ രുഖനേക്ക് ആവാസ്, പുറത്ത് ഒരു കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം. അപ്പോൾ ജീവൻലാൽ പ്രസന്ന സ്വർമ്മ വളരെ സന്തോഷത്തോടു കൂടി പറയുക, ആ ഗൈ മേരി ഗൗരി, അതാ എൻ്റെ മകൾ ഗൗരി വന്നല്ലോ. ഭാര്യ രാജേശ്വരിയോട് പറയുകയാണ്, അരേ ഘടി ക്യോം, അല്ല എന്താ ഇങ്ങനെ നിൽക്കുന്നത്, അന്തർ സെ മിഠായി കാ ധാൽ ലാവോ, അകത്ത് പോയിട്ട് മിഠായി കാ ധാൽ ലാവോ, മധുരപലഹാരങ്ങളൊക്കെ വെച്ച ആ പ്ലേറ്റ് എടുത്തിട്ട് വാ, മോളെ സ്വാഗതം ചെയ്യണ്ടേ, വേഗം പോയിട്ട് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു. രാജേശ്വരി ഉസി പ്രകാർ ഘടി രഹത്തി, പക്ഷെ രാജേശ്വരി അനങ്ങുന്നില്ല, അതേപോലെ തന്നെ അവിടെ നിൽക്കുകയാണ്. ഉസ്കി ദൃഷ്ടി ബാഹർ വാലെ ദ്വാർ കി ഓർ ഹെ, അപ്പോൾ അവരുടെ നോട്ടം മുഴുവൻ പുറത്തേക്ക്, ആ കാറ് വന്ന് നിന്നല്ലോ മുറ്റത്ത്, അപ്പോൾ ആ ഭാഗത്തേക്കാണ് അവർ നോക്കുന്നത് മുഴുവൻ. പ്രമോദ് ഭി ഉദർ ദേഖ് രഹാ ഹെ, അപ്പോൾ പ്രമോദും അവിടേക്ക് തന്നെ പുറത്തേക്ക് തന്നെ നോക്കുന്നു. അന്തർ വാലെ ദ്വാർ കെ പീച്ചെ കമല ഗഡി ഹെ, അപ്പോൾ കമല അന്തർ വാലെ ദ്വാർ കെ പീച്ചെ, റൂമിൻ്റെ വാതിലിൻ്റെ പുറകിലായിട്ട് കമല അങ്ങനെ മറഞ്ഞു നിൽക്കുന്ന രൂപത്തിൽ നിൽക്കുന്നുണ്ട്. ബാഹർ സെ കേവൽ ഉസ്കാ ഹാത്ത് ദിഖായി ദേ രഹാ ഹെ, അപ്പോൾ വാതിലിൻ്റെ പിന്നിൽ നിൽക്കുന്നത് കൊണ്ട് അവളുടെ ഹാത്ത്, കൈകൾ മാത്രമാണ് പുറത്തേക്ക്, ആ വാതിൽ പാളിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ അവളുടെ കൈ മാത്രമാണ് പുറത്തേക്ക് കാണാൻ സാധിക്കുന്നത്. ജീവൻലാൽ ബാഹർ വാലെ ദ്വാർ കി ഓർ ഭടുത്തേ ഹെ, അപ്പോഴേക്കും കാറ് വന്നു നിന്ന ശബ്ദം കേട്ടപ്പോഴത്തേക്കും ജീവൻലാൽ വേഗം പുറത്തേക്ക് അവിടേക്ക് ഇറങ്ങി ചെല്ലുന്നു. ബാഹർ സെ രമേശ് കാ പ്രവേശ്, അപ്പോഴേക്കും കാറൊക്കെ നിർത്തി പുറത്തുനിന്ന് രമേശ് അകത്തേക്ക് വരുന്നു. വ കമ്മീസ് ഓർ പാൻറ്റ് പഹനെ, അദ്ദേഹത്തിൻ്റെ വേഷം, പാൻറ്റ്, അതായത് കമ്മീസും പാൻറ്റും, നീളെ കുപ്പായം, അതുപോലെ പാൻറ്റും. ഹാത്ത് മേ ചോട്ടി അട്ടൈച്ചി ഹെ, കയ്യിൽ ചോട്ടി അട്ടൈച്ചി, ചെറിയ സൂട്ട്കേസും ഉണ്ട്. മുദ്ര ഉദാസ്, മുഖഭാവം വളരെ ഉദാസീനമായി, അതായത് വളരെ വിഷമം പിടിച്ചിട്ടുള്ളൊരു മുഖഭാവമാണ്. അട്ടൈച്ചി ഫർഷ് പർ രഖ് കർ വഹ്നത് ശിർ ഹോക്കർ ഖടാ ഹോ ജാത്ത ഹെ, കയ്യിലുള്ള സൂട്ട്കേസ് താഴെ വച്ചുകൊണ്ട് രമേശ് സിർ ഝുക്കർ ഖടാ ഹോ ജാത്ത ഹെ, തല താഴ്ത്തി അങ്ങനെ അവിടെ നിന്നു. അപ്പോൾ ആ നിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ജീവൻലാൽ ഘബ്രാക്കർ, ആകെ അമ്പരന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഗൗരി കഹാ ഹെ, അല്ല ഗൗരിയുടെ. അപ്പോൾ രമേശ് വളരെ സങ്കടത്തോടു കൂടി, ഉൻഹോനെ വിതായി നഹി, അയ്യോ അച്ഛാ ക്ഷമിക്കണം,
അവളുടെ വീട്ടുകാർ, അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ വിദായി നഹിക്ക്, അവളെ എന്നോടൊപ്പം പറഞ്ഞയച്ചില്ല. കഹരഹെ, അവർ പറയുന്നത് ദഹേജ് പൂരാ നഹി ദിയാഗയ, അവൾക്ക് കൊടുക്കാനുള്ള ദഹേജ് സ്ത്രീധനം പൂരാ നഹീം ദിയാഗയ, മുഴുവനായിട്ടും കൊടുത്തിട്ടില്ല എന്നാണ്. അപ്പം അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് അവൾക്ക് കൊടുക്കാനുള്ള സ്ത്രീധനം മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല എന്ന്, അപ്പം അതുകൊണ്ട് അവളെ പറഞ്ഞയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ജീവൻലാലിന് അത് കേട്ടപ്പോൾ ബിഗഡ്, ദേഷ്യം വന്നിട്ട് പൂരാ നഹി ദിയാഗയ, മുഴുവൻ കൊടുത്തില്ലെന്നോ? ഹംനെ തോ ജീവൻ ഭർ കി കമായി ദേദി, ഹംനെ, ഞാൻ എൻ്റെ ജീവൻ ഭർ, ജീവിതകാലം മുഴുവൻ പണിയെടുത്തുണ്ടാക്കിയ കമായി, സമ്പാദ്യവും ദേദി, അവൾക്ക് കൊടുത്തു. അവർ ഉൻകി നസർമേ വഹ് പൂരാനഹി, എന്നിട്ടും അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് അത് പൂരാനഹി, മുഴുവനായിട്ട് കൊടുത്തിട്ടില്ല എന്ന ആ ഒരു കാഴ്ചപ്പാടാണ്. ലോഭി കഹി ആത്യാഗ്രഹികൾ എന്ന് ജീവൻലാൽ വിളിച്ചു പറയുകയാണ്. അപ്പം രാജേശ്വരി ഉനേം ക്യോം ഭലാ ബുരാ കഹ് രഹേ ഹോ, അപ്പം രാജേശ്വരി അതിൽ ഇടപെട്ടിട്ട് വളരെ തീക്ഷ്ണമായിട്ടുള്ള കടുത്ത സ്വരത്തിൽ പറയുക, അവർ നിങ്ങളെന്തിനാ ഇങ്ങനെ മോശക്കാരായിട്ട് സംസാരിക്കുന്നത്? ബേഠി വാല ചാഹേ അപ്പന ഘർ ദ്വാർ ബേച്ച് കർ ദേ ദേ, എന്താ എന്നിട്ട് ഭർത്താവിനോട് പറയണത്? ബേഠി വാല, നിങ്ങൾ പെൺവീട്ടുകാരനല്ലേ, നിങ്ങളുടെ മകൾക്കല്ലേ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ എത്തിയിരിക്കുന്നത്, എന്ത് ചെയ്യണം? ബാക്കി സ്ത്രീധനം കൊടുക്കാൻ. അപ്പന ഘർ ദ്വാർ ബേച്ച് കർ ദേ, വീടും പറമ്പും ഒക്കെ വിറ്റിട്ട് കൊടുക്ക്. ബേഠേ വാലേക്ക് നാക്ക് ഭൗ സി കുടീജ് രഹത്തി, എന്തിനാണ് ആ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഇങ്ങനെ മുഷിപ്പിക്കുന്നത്? അപ്പോൾ കൊടുക്കാനുള്ളത് എത്രയും വേഗം വീടും സ്ഥലമൊക്കെ വിറ്റുകൊണ്ട് വേഗം കൊടുത്തോളൂ എന്ന് രാജേശ്വരി ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ജീവൻലാൽ ചുപ് രഹോ തും, മേരി ബേഠി കോ വിദാ ന കർക്കെ ഉൻഹോനെ മേര അപമാൻ കിയ. ഇപ്പോൾ ഭാര്യ ഇങ്ങനെ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് തീരെ ഇഷ്ടാവുന്നില്ല. മിണ്ടാതിരിക്കുക, നീ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, മേരി ബേഠി കോ വിദാ ന കർക്കെ, എൻ്റെ മോൾക്ക് അവർ യാത്രയായപ്പോൾ കൊടുക്കാതെ മേര അപമാൻ കിയാ ഹെ, എന്നെ അപമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മോളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ മനഃപൂർവ്വം എന്നെ അപമാനിച്ചിരിക്കുകയാണ് എന്ന് ജീവൻലാൽ പറയുന്നു. അപ്പോൾ രാജേശ്വരി തും ഭി തോ ദൂസരെ കി ബേഠി കോ വിദാ ന കർക്കെ കിസി കാ അപമാൻ കർ രഹേ ഹോ, എന്താ രാജേശ്വരി പറയുന്നത്? അല്ല, നിങ്ങളും ഇതുപോലെ മറ്റൊരു പെൺകുട്ടിക്ക് അവളെ യാത്രയാക്കാതെ നിങ്ങളും വേറൊരാളെ അപമാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ? अब भी समझो, ഇപ്പം മനസ്സിലായോ? जो व्यवहार तुम अपनी बेटी के लिए दूसरे से चाहते हो वही दूसरे की बेटी को भी दो. എന്താ പറഞ്ഞ്? ജോ വ്യവഹാർ, എങ്ങനെയുള്ള പെരുമാറ്റമാണോ നിങ്ങൾ നിങ്ങളുടെ മകളുടെ വീട്ടുകാരിൽ നിന്നും ആഗ്രഹിക്കുന്നത്, അപ്പം നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട്ടുകാരിൽ നിന്ന് നിങ്ങൾ എങ്ങനെയുള്ള പെരുമാറ്റമാണോ ആഗ്രഹിക്കുന്നത്, അതുപോലെ മറ്റൊരു വീട്ടിലെ പെൺകുട്ടിയും അവളുടെ വീട്ടുകാരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ഇവിടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഇവിടുത്തെ മരുമകളും അവളുടെ വീട്ടുകാരും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? തും ബഹു ഔർ ബേഠി കോ ഏക് ഏക് സാ നഹി സംചോങ്കെ, കാരണം നിങ്ങൾ ബഹു ഔർ ബേഠി കോ, മകളെയും മരുമകളെയും ഏക് സാ നഹി സംചോങ്കെ, ഇതുവരെ ഒരുപോലെ, അല്ലെങ്കിൽ മകളും മരുമകളും ഒന്നാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. തബ് തക്ക് ന തുമേ സുഖ് മിലേങ്ക ന ശാന്തി, അപ്പം നിങ്ങളത് ഒന്നായി കാണാത്ത കാലം വരെ നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സുഖവും സമാധാനവും ന മിലേക, കിട്ടുകയും ഇല്ല. അപ്പം മകളും മരുമകളും രണ്ടും രണ്ടാണ് എന്നാണല്ലോ നിങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പം മകളും മരുമകളും രണ്ടല്ല, ഒന്ന് തന്നെയാണ് എന്ന് നിങ്ങൾ എന്നാണോ തിരിച്ചറിയുന്നത്, അതുവരെ നിങ്ങൾക്ക് സുഖവും സമാധാനവും കിട്ടാൻ പോകുന്നില്ല എന്ന് രാജേശ്വരി പറയുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ജീവൻലാൽ ബേച്ചൈനി സെ ഇധർ ഉധർ ടഹൽത്തെ, അദ്ദേഹം ബേച്ചൈൻ, അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ഇധർ ഉധർ ടഹൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. പ്രമോദ് ജാക്കർ രമേശ് കെ പാസ് ഖടാ ഹോ ജാത്താ ഹെ, അപ്പോഴേക്കും പ്രമോദ് ചെന്ന് സഹോദരിയുടെ ഭർത്താവ് രമേശിൻ്റെ അടുത്ത് നിൽക്കുന്നു. അപ്പോൾ ജീവൻലാൽ ബഹു ഔർ ബേഠി, അപ്പോൾ പറഞ്ഞ ഭാര്യ പറഞ്ഞ ആ ഡയലോഗാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ. അപ്പം അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ ചിന്തിക്കുന്നത്. അപ്പം അദ്ദേഹം ആ ചിന്തയിൽ മുഴുകിയിട്ട് പറയുകയാണ്, ബഹു ഔർ ബേഠി, മരുമകളും മകളും, ബേട്ടി ഔർ ബഹു, മകളും മരുമകളും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക, മകളും മരുമകളും, മരുമകളും മകളും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. അജീബ് ഉൽജൻ, വല്ലാത്തൊരു ഉരാക്കുടുക്കായല്ലോ.
കുച്ച് സമജ് മേ നഹി ആത്ത, ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക്. ഇതിലിപ്പോൾ ഏതാണ് ശരിക്കുള്ളത്, അല്ലെങ്കിൽ ഏതാണ് നല്ല ചിന്താഗതി, ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ രാജേശ്വരി, और हर बैठे वाला यह याद रखे कि वह बैठी वाला भी है तो സബി ഉൽझൻ സുൽझती ജായേ. എന്താ രാജേശ്വരി പറയുന്നത്? അതെ, മകളെ പോലെ തന്നെ മരുമകളെയും കാണുകയാണെങ്കിൽ സബി ഉൽझൻ സുൽझती ജായേ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും സുൽझती ജായേ, പരിഹാരം ഉണ്ടാകും. അപ്പോൾ മകളെ പോലെ കണ്ട് ആ പരിഗണന കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും എന്ന് ഭാര്യ രാജേശ്വരി പറയുന്നു. അപ്പോൾ ജീവൻലാൽ, ठीक कहती हो, ഷായദ് തും ठीक कहती हो, ശരിയാ, നീ പറഞ്ഞത് ശരിയാണ്. അപ്പോഴാണ് ജീവൻലാലിന് അത് ബോധ്യമാവുന്നത്. അപ്പോൾ പ്രമോദ് അദ്ദേഹത്തോട്, അബ് മുझे ആജ്ഞാ ദീജിയേ, മേരി ഗാഡി കാ സമയ് ഹോ രഹാ. അതെ, എനിക്ക് അനുവാദം തരണം പോകാൻ, എൻ്റെ വണ്ടിക്കുള്ള സമയം, എനിക്ക് പോകാനുള്ള വണ്ടിക്കുള്ള സമയമായിട്ടുണ്ട്. മേ ജൽദ് ഹി ഫിർ ആവുങ്ക. എന്നിട്ട് അദ്ദേഹം തിടുക്കപ്പെട്ട് വാതിലിൻ്റെ അടുത്തേക്ക് നീങ്ങിയിട്ട് പറയുകയാണ്, മേ ജൽദ് ഹി ഫിർ ആവുങ്ക, ഞാൻ എത്രയും പെട്ടെന്ന്, അതായത് താമസിയാതെ ഞാൻ ഇവിടേക്ക് വരും. വിശ്വാസ് രഖേ, നിങ്ങൾ എന്നെ വിശ്വസിക്കണം. ഇസ് ബാർ ആപ്കി ഛോട്ട് കെ ലിയെ മർഹം ലാന ന ഭൂലൂങ്ക. അടുത്ത തവണ ഞാൻ വരുമ്പോൾ അങ്ങയുടെ ഛോട്ട്, മുറിവിൽ പുരട്ടാനുള്ള മർഹം, ഓയിൻമെൻറ്റ്, അത് ഞാൻ ലാന ന ഭൂലൂങ്ക, കൊണ്ടുവരാൻ മറക്കില്ല. അപ്പോൾ ഇപ്പം എനിക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വട്ടം വരുമ്പോൾ അങ്ങക്ക് വേണ്ട ഓയിൻമെൻറ്റ് ഞാൻ കൊണ്ടുവരും, അത് ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജീവൻലാൽ അത് കേട്ടിട്ട് ദുഃഖി സ്വർമ്മ, വളരെ സങ്കടത്തോടെ, പ്രമോദ് ടഹരോ, പ്രമോദിനോട് നിൽക്കാൻ പറയുന്നു, അവിടെ നിൽക്കൂ. മുझे और ലജ്ജിത് എന്ന കരം, എന്നെ ഇങ്ങനെ എന്നെ ഇങ്ങനെ പരിഹസിക്കാതെ, എന്നിങ്ങനെ നാണിപ്പിക്കാതെ. മേരി ചോട്ട് കാ ഇലാജ് ബേട്ടി കി സസുരാൽ വാലോം നെ ദൂസരി ചോട്ട് സെ കർ ദിയ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മേരി ചോട്ട്, എൻ്റെ ഹൃദയത്തിന് ഏറ്റ മുറിവുണ്ടല്ലോ, ആ മുറിവിനുള്ള ചികിത്സ മേരെ ബേട്ടിക്ക് സസുരാൽ വാൽ, എൻ്റെ മകളുടെ ഭർത്തൃ വീട്ടുകാർ എനിക്ക് കർദിയ, തന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി വേറൊരു ഓയിൻമെൻറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എൻ്റെ ഹൃദയത്തിനേറ്റ മുറിവിന് ഉള്ള ആ മുറിവിന് ഒന്നും കൂടി ആഴം കൂട്ടിക്കൊണ്ട് എനിക്കതിനുള്ള ചികിത്സ എൻ്റെ മകളുടെ ഭർത്തൃ വീട്ടുകാർ തന്നു കഴിഞ്ഞു. അപ്പോൾ പ്രമോദ്, ബാപ്പുജി, അപ്പോൾ വളരെ സങ്കടത്തോടു കൂടിയാണ് ജീവൻലാൽ അത് പറയുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ പ്രമോദിന് സങ്കടം വന്നു. അപ്പോൾ പ്രമോദ് അയ്യോ എന്നുള്ള ഒരു എന്താ പറയുക, ദയനീയമായിട്ടുള്ള സ്വരത്തിൽ ജീവൻലാലിനെ വിളിക്കുകയാണ്, ബാപ്പുജി. അപ്പോൾ ജീവൻലാൽ നിശ്വാസ് ചോടുക, ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട്, കഭി കഭി ഛോട്ട് ബി മർഹം കാ കാം കർ ജാത്തി ഹെ. പ്രമോദ് പലപ്പോഴും ഛോട്ട് മർഹം കാ കാം കർത്തി ഹെ, അതായത് ഒരു മുറിവിന് ഓയിൽമെൻ്റായിട്ട് മറ്റൊരു മുറിവ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നു. പ്രമോദ്, അരേ ഘടി ഘടി മേരാ മുഹ് ക്യാ ദേഖ് രഹി ഹോ. എന്നിട്ട് അതും പറഞ്ഞുകൊണ്ട് ഭാര്യ രാജേശ്വരിയുടെ അടുത്തേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, അരേ ഘടി ഘടി മേരാ മുഹ് ക്യാ ദേഖ് രഹി ഹോ. അല്ല, നീ എന്താ ഇങ്ങനെ എൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അന്തർ ജാക്കർ തയ്യാറി കരും, അത് അകത്ത് പോയി വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തൂ. ബഹു കി വിദാ നഹി കർണി ഹെ ക്യാ, നമ്മുടെ മരുമകളെ നമുക്ക് ഇവിടുന്ന് യാത്രയാക്കണ്ടേ? എന്താ ഈ നോക്കി നിൽക്കുന്നത്? ഇത്രയും വേഗം പോയിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തൂ എന്ന് ഭാര്യയോട് പറയുന്നു. രാജേശ്വരി ഹർഷയ്ക്ക് ആസു പൂഞ്ചത്തി ഹുയി അന്തർ ജാതി. ഭർത്താവിൻ്റെ ആ മനംമാറ്റവും ആ സംസാരവും കണ്ടപ്പോൾ രാജേശ്വരി സന്തോഷത്തിൻ്റെ ആസു, കണ്ണുനീർ, സന്തോഷം കൊണ്ട് കണ്ണുനീർ വന്നു. അപ്പോൾ അത് പോഞ്ചത്തി ഹുയി, തുടച്ചുകൊണ്ട് അന്തർ ജാതി, അകത്തേക്ക് പോകുന്നു. രമേശ് और പ്രമോദ് മുസ്കുരാക്കർ ഏക് ദൂസരേക്ക് ഓർ ദേഖത്തെ ഹെ. അപ്പോൾ അച്ഛൻ്റെ ആ മനസ്സ് മാറിയത് കണ്ടപ്പോൾ രമേശും പ്രമോദും മുസ്കുരാക്കർ, പുഞ്ചിരിച്ചുകൊണ്ട് ഏക് ദൂസരേക്ക് ഓർ ദേഖത്തെ ഹെ, പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നു. ജീവൻലാൽ ഖിടക്കിക്ക് സമീപ് ജാക്കർ ബാഹർ കി ഓർ ദേഖനെ ലഗത്തെ ഹെ. അങ്ങനെ ജീവൻലാൽ ഖിടക്കിക്ക് സമീപ് ജാക്കർ, മുറിയുടെ ജനാലയ്ക്കൽ ചെന്ന് അവിടെ നിന്ന് ബാഹർ കി ഓർ ദേഖനയിലെത്തി, പുറത്തേക്ക് വിദൂരമായിട്ടുള്ള കാഴ്ചകളിലേക്ക് ഇങ്ങനെ എന്തോ ആലോചനയിലാണ്ട് അങ്ങനെ നിൽക്കുന്നു. ധീരെ ധീരെ യവനിക ഗിർത്തി ഹെ. ആ ഒരു രംഗത്തോടു കൂടി, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനോട് കൂടിയിട്ട് യവനിക ഗിർത്തി ഹെ, കർട്ടൻ വീഴുന്നു. അതോടുകൂടി ഈ ഏകാംഗിക്ക് തിരശീല വീഴുന്നു. അപ്പോൾ ഇതാണ് ബഹു കി വിദ എന്ന ആ ഒരു ഏകാംഗിയിലുള്ളത്.
അപ്പോൾ സ്വന്തം അനുഭവത്തിൽ വന്നപ്പോഴാണ് ജീവൻലാൽ ജീവിതത്തിൽ വലിയൊരു പാഠം പഠിച്ചത്. അവനവൻ്റെ ജീവിതത്തിൽ എന്തും സ്വന്തം അനുഭവത്തിൽ വരുമ്പോഴാണല്ലോ അതിൻ്റെ പ്രയാസവും അതിൻ്റെ സങ്കടവും അതിൻ്റെ ദുഃഖവും ഒക്കെ മനസ്സിലാക്കുക. അല്ലെ, മറ്റൊരാൾക്ക് വരുമ്പോൾ ആ വേദന എത്രത്തോളം ഉണ്ടെന്ന് ഒരിക്കലും തിരിച്ചറിയാനാവില്ല. എന്നാൽ അവനവന് വരുമ്പോൾ ആ ദുഃഖം, ആ സന്തോഷം അതെത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ അതിലുള്ള സന്തോഷങ്ങൾ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അവനവൻ്റെ അനുഭവത്തിൽ വരുമ്പോഴേ പഠിക്കുകയുള്ളൂ. ആ ഒരു സന്ദേശവും കൂടിയാണ് ഈ ഏകാംഗിയിലൂടെ നമുക്ക് തരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ധന്യവാദം.